സുബ്ഹി നിസ്കരിച്ച ഉടനെ 3 തവണ ഒരു ദിക്ർ നാം പതിവാക്കുകയാണെങ്കിൽ 4 രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു സംഭവം കാണാം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത ദിക്റാണത്. ഏതാണ് ആ ദിക്ർ എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്തുകൊണ്ട് തുടർന്ന് നിങ്ങൾ കേൾക്കുക. എല്ലാവരിലേക്കും വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ദിക്റിനെ നാമും നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. അപ്പോൾ നമുക്കും ഈ രോഗങ്ങൾ വരുന്നതിന് തൊട്ട് കാവലുണ്ടാകും. ഏതാണ് ആ ദിക്ർ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ഒരു പ്രായമായിരിക്കുന്ന ഒരു സ്വഹാബി വനിത വന്നിട്ട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, എനിക്ക് പ്രായമായിട്ടുണ്ട്, വാർദ്ധക്യ സഹജമായിരിക്കുന്ന രോഗങ്ങൾ എന്നിലേക്ക് വരുന്നുണ്ട്, അതുപോലെയുള്ള മറ്റു രോഗങ്ങളിൽ നിന്നൊക്കെ എനിക്ക് മോചനം ലഭിക്കണം, ആരോഗ്യം നിലനിൽക്കണം, എനിക്കതിനുള്ളതായിരിക്കുന്ന മാർഗം പറഞ്ഞു തരുമോ എന്ന് മുത്തുനബിയോട് ചോദിക്കുമ്പോൾ അവിടുന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ സ്വഹാബി വനിതക്ക് പറഞ്ഞു കൊടുത്തത് കാണാം. ഫഇദാ സ്വല്ലൈതൽ ഗദാത ഫഖുൽ സലാസ മർറാത്ത്. നിങ്ങൾ സുബ്ഹി നിസ്കരിച്ചു കഴിഞ്ഞാൽ 3 തവണ നിങ്ങൾ പറയണേ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഇത് നമുക്കൊക്കെ കാണാതെ അറിയുന്ന ദിക്റാണ്, നാം ചൊല്ലുന്ന ദിക്റാണ്. ഈ ദിക്റിനെ നാം സുബ്ഹി നിസ്കരിച്ച ഉടനെ 3 തവണ ചൊല്ലിയാൽ നമുക്കും 4 രോഗങ്ങളിൽ നിന്ന് കാവൽ ലഭിക്കും. ആ 4 രോഗങ്ങൾ ഏതൊക്കെയാണ്? മുത്തുനബി അവിടുന്ന് വീണ്ടും പഠിപ്പിക്കുന്നത് കാണാം. ഫഇന്നക ഇദാ ഖുൽതഹുന്ന അമിൻത മിനൽ ഉമ്മി വൽ ജുസാമി വൽ ബറസി വൽ ഫാലിജ്. ഈ ദിക്റിനെ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് ദുഃഖം, കുഷ്ഠരോഗം, വെള്ളപ്പാണ്ട്, പക്ഷാഘാതം തുടങ്ങിയ 4 രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബി വനിതക്ക് പഠിപ്പിച്ചു കൊടുത്തത് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നാം ഈ ദിക്റിനെ പതിവാക്കണേ. നല്ലത് ജീവിതത്തിൽ പകർത്താനും അത് നിലനിർത്താനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ നിങ്ങൾ ഈ അറിവിനെ എല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ നന്നാക്കി തരുമാറാകട്ടെ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.